ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീരാത്ത ബോധമാണ് എല്ലാ ദിവസവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരണത് 20 രൂപ വരെയാണ് ആ ഉടമ്പടിക്ക് ആശീർവാദത്തിന്. വീണ്ടും നിങ്ങൾക്ക് പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് ആശീർവാദം ഫ്രീ ആയിട്ട് തരണത്. എന്താ കാര്യം? അതിന് വിലമതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ അകത്തൊരു സത്യസന്ധമായ ഒരു ഉടമ്പടി ആളാണ് അതിൻ്റെ അകത്ത് വിശ്വപ്രമാണം ചൊല്ലി അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അത്രയും വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ പറയും നിങ്ങൾ ചെപ്പിലിട്ട് സൂക്ഷിക്കണേ. അപ്പോൾ ചിലർ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ ഈ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കണേ എന്തിനാണെന്ന്. അപ്പോൾ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പം പറയും അച്ഛാ എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ്. അപ്പോൾ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ നെഞ്ചത്ത് കിടക്കുമല്ലോ. ഞാൻ ഓക്കെ അത് ദാറ്റ്സ് ഓക്കെ എന്നൊക്കെ ഒന്ന് പറയാൻ കറക്റ്റാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ എന്നാലും ഇത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റീഫണ്ട് ചെയ്യും, പുതിയത് തരും. എന്താ കാര്യം? ഉടമ്പടി റിലേഷനാണ്, നിത്യബോധമാണത്. ഉടമ്പടി ദൈവവുമായിട്ട് നിങ്ങളുടെ അടുത്ത ഉടമ്പടിയിൽ നിത്യബോധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ബീന വിജയൻ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നമ്മളത് ഇന്ന് അപ്പ് ചെയ്യും. ബീന വിജയൻ എന്താണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത്, ബീന വിജയൻ ബേസിക്കലി നേഴ്സാണ്. അവർ നേഴ്സാണ്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഭർത്താവെന്ന് പറയണത് നേഴ്സായിരുന്നു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇവരെ ജോലിക്ക് വിടത്തില്ല ഭർത്താവ്. അതാണ് അവിടെ പ്രശ്നം. പോരെ, ബീന വിജയനെ ജോലിക്ക് വിടത്തില്ല. ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത് ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത്, അപ്പം നിനക്ക് ജോലിക്ക് പോകാം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ. നൈറ്റ് ഡ്യൂട്ടിക്കും അല്ലാത്ത ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കാശ് മുടക്കിയാലും കുഞ്ഞുങ്ങൾ അന്തോന്നുങ്ങളായി പോയാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം, നീ കുഞ്ഞുങ്ങളെ വളർത്തുക, അതാണ് നമ്മുടെ നിധി എന്ന് പറയും. ബീന വിജയനോട് പറയും. ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്കിപ്പോൾ 9 മണിക്ക് പോയാൽ മതിയല്ല, വൈകുന്നേരം 5 മണിക്ക് വരാം, മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം, മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം, ഞാനും എൻ്റെ ജോലിക്ക് പോകും. അപ്പം അങ്ങനെ പക്ഷേ നേഴ്സിന് അങ്ങനെ പറ്റുമോ? ഇവർ അധ്യാപകയല്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ വിഷമത്തിലാവും. ഇവൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ് ദൈവമേ ഞാൻ കൃപാസനത്തിൽ പോകാം, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത്. അത് ബോധ്യമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക. രണ്ടാമത്തെ എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബീന വിജയന് തോന്നിയത് എന്താണ്? എൻ്റെ അവസ്ഥ ഒരു കേസാണ്. കാര്യം നേഴ്സാണ്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അധ്യാപികയാണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ. നേഴ്സിന് ആരാണ് അധ്യാപികയായിട്ട്? ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി. എന്താണ്? അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ്. അതാണ് അറിവ്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 9 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല. ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം. അമ്മയടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം, എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ വരണം, പക്ഷേ എനിക്ക് നേഴ്സിംഗ് ആണ് എൻ്റെ പോസ്റ്റ്, എനിക്ക് അതിന് പറ്റിയ ഒരു ജോലി തന്നെ എന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്തതെന്നറിയാമോ? ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്ന 1100 പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കണത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്,
നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചതെന്നല്ല വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ, ഉടമ്പടിക്ക് ശേഷം എന്താണ്, തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീനെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? അതൊക്കെ കരയണം, ആ ഭാവിട്ട് കരയണം, പക്ഷേ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവളുടെ ഉടമ്പടി ജെനുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് മറിയം സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ല, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ല, അവൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്, പിന്നെ അവിടെ റീറൈറ്റിംഗ് ഒന്നും ഇല്ല. അതാ നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്, ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ഈ ആ സാക്ഷ്യത കേൾക്കണം. ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നൊക്കെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ്, ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുടനെ ഇവൾ ഭർത്താവും ഭാര്യയും കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ടിരിക്കുന്നത്, എന്ത് പോസ്റ്റ് ഇതെങ്ങനെ, ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവൾക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിടെ തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി മാത്രം. അത് ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം. ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. ഇവിടെ എന്താ? ഒന്നിന് വായിച്ചേ. യെശയ്യാ 43:4 ഏറ്റു പറയുക. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഏതറ്റം വരെ അറ്റ് എനി കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും.
പക്ഷേ ഒരു കോസ് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം. പിന്നെ ആരാണ്? പ്രിയങ്കരനായിരിക്കണം. അപ്പോൾ ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പ്രാർത്ഥനയാണ്, പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയങ്കരമാക്കുക. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ ചെയ്യണം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് ബഹുമാന്യരായിരിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക, ദൈവത്തിന് ബഹുമാന്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കൗണ്ടർ പാർട്ടുണ്ട്. പിന്നെന്താണ്? ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക. അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത്. ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക, സാത്താന് പ്രിയങ്കരമായിരിക്കുക. ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കും. അതിന് വിശ്വാസം മതി, വിശുദ്ധിയുടെ ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകാൻ ഒരു പരിധി വരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളം ഉണ്ടാവും. അത്ഭുതങ്ങളും അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവിടെ അത്ഭുതം അനുഭവിക്കുന്നവർ വിശുദ്ധരുമാണ് ചിലർ. എന്താ കാര്യം? അവർക്ക് സ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത്. വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും. നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയും വിശ്വാസമല്ല എല്ലാം. അതറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അതിശയങ്ങളൊക്കെ നടക്കും, ഒന്നുമല്ലെന്ന്. അതിശയവും അത്ഭുതമൊക്കെ നടക്കും. കല്യാണം നടക്കും, ജോലി കിട്ടും, PR കിട്ടും, പെൻഷൻ കിട്ടും, വസ്തു വിൽക്കും, ജെട്ടിനോട് മാറും, എല്ലാം നടക്കും. പക്ഷെ ഒന്നുമല്ലെന്ന്. ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല. അതെന്താ കാര്യം? ഈ 1 കൊരിന്ത്യർ 13:2 ഒന്ന് വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പൊ ഈ ഒന്നുമല്ലാത്ത അവസ്ഥ ബിഗ് സീറോ ആയിട്ടിരിക്കും. വിശ്വാസമല്ല എല്ലാം. ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി, നിങ്ങൾ നാളെ കോടീശ്വരനായാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോയായി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കർത്താവേ ഞങ്ങളുടെ തിരുവീഥികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ദിക്സാക്ഷികളായി കഴിഞ്ഞിട്ടും പറയും ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ സ്തോത്രമേ. ഓ മത്തായി 7:21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. പറഞ്ഞേ, കർത്താവേ 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 കർത്താവേ
എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, ഈ അടയാളങ്ങൾ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും. കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും. അപ്പോൾ കമ്മിങ് ലവ് ഓഫ് ഗോഡ്, ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ്, നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല. ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത്. അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഉടമ്പടി. പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ നീലത്തിരി കത്തിക്കുമ്പോൾ തന്നെ മരുമോൾ എന്താണ്ട് അപ്പുറത്തുനിന്ന് പറയണത്, ശവം നീലത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. ഇവളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാവാ. ഈ ജന്മത്തി അക്കരെ 1000 തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമകളെ പറയണത് നിങ്ങളെക്കുറിച്ച്. എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായും കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന്. കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാമല്ലോ, പറയിച്ച് പെറ്റ പന്തിരികുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുന്തച്ഛനും പിന്നെ പാക്കനാരും. പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പോൾ പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കായും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? വന്നതിനും പോയതിനും എല്ലാം പാക്കനാർ ഇവിടെ കഴുത്തിന് പിടിക്കും. അതാണ് പ്രശ്നം പെണ്ണുമ്പിള്ളയുടെ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മാനസാന്തരം ഉണ്ടായി. പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ്. അപ്പോൾ പെണ്ണുമ്പിള്ള പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ കേട്ടാന്ന് പറഞ്ഞ് അവിടെ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിവിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞിരിക്കുക. അങ്ങനെ ചുരക്കായും കായും കൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്ക്. പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളിലും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും. അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ചുരക്ക കഴുകുകയും ചെയ്യും. തിരിച്ച് കാശിക്ക് പോയി ഗംഗയിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്ത് നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു. പെണ്ണും വിളിച്ച് വെട്ടിക്കീറി കഴുകി വെട്ടി കൊത്തി എരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത്. പക്ഷേ ചുരക്കാക്ക് കയ്പ്പാണ് ഭയങ്കര. അപ്പോഴേ പാക്കനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്ക് കയ്പ്പാണല്ല. അപ്പോൾ പെണ്ണുമ്പിള്ള ചിരിച്ച്. എന്താ കാര്യം? ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന്. എത്ര തീർത്ഥസ്ഥലിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് പറയണത്. തെറ്റുകൾ
ആവർത്തിക്കുന്ന ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്, സ്വഭാവത്തിൻ്റെ കയ്പ് മാറണില്ല, മധുരമാകണില്ല, സ്നേഹം വരണില്ല. കുറേ അടയാളം കാണുന്നു, കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും ഒരു മധുരതമയിലേക്ക് വരണില്ല. കയ്പാണ് ഇപ്പോഴും ഇരിക്കണത്. പാക്കനാടിൻ്റെ ചുരക്കാ പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? പണ്ട് കർത്താവ് ഒരു ചേടത്തിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? അപ്പോൾ ആ ചേടത്തി അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? മർക്കോസിൻ്റെ 27 അല്ലേ? കാനങ്കാരി പറഞ്ഞ് എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മകള് അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം കാണിക്കണം, എൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഈ കാനങ്കാരി പറയും. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മർക്കോസ് 7:27. അവൻ പ്രതിവചിച്ചു. എന്താണ്? ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അതാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ കിടക്കണത് എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരും ഉണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ. സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? സുഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ. പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അതാണ് പ്രശ്നം. തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതാണ് സംഭവം. അതായത് നായ ഛർദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദിച്ചത് തന്നെ പിന്നെ തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്.